യൂണിറ്റ് ഭാരവാഹികൾ ഞങ്ങളുടെ കൂടെ ത്വമേവ മാതാ ച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവ ദേവ. വേദനാദസുധേ രാവാഴുമുർവിദന്ത്യോദകേ സർവമൂലപ്രകൃതി പ്രജാപതേ തത്വാതീതത്രിയേകനേ ജഗത്സാക്ഷിയേ മൽപ്രണാമം മൽപ്രണാമം.
പതിതനെ മർത്യനെ കാത്തിടണേ കൃഷിതനെ പതിതനെ മർത്യനെ കാത്തിടണേ എന്നെ പൊതിഞ്ഞു പിടിക്കണമേ തിന്മ കാണാതെ കാക്കണമേ എന്നെ പൊതിഞ്ഞു പിടിക്കണമേ തിന്മ കാണാതെ കാക്കണമേ
ദൈവത്തിന്റെ പ്രവാചകൻ, നരക സാമ്രാജ്യത്തിന്റെ പ്രതാപിയായ സർവാധിപതി. സ്വർഗം തുറന്നിരിക്കുന്നു പോലും. എവിടെ മാലാഖമാർ, എവിടെ പുലിവാളന്മാർ? ഞാനും ഒരിക്കൽ സ്വർഗത്തിലായിരുന്നു. തന്നെ തള്ളി പുറത്താക്കിയ ദൈവത്തോട് ഞാൻ പ്രതികാരം ചെയ്യും. ഭൂമിയെ ഞാൻ നരകമാക്കും. തിന്മയുടെ ശവക്കുഴികളിലേക്ക്, നിരാശയുടെ കടലാഴത്തിലേക്ക് ജനത്തെ ഞാൻ തള്ളിവിടും. നഷ്ടങ്ങളുടെ കൊടുങ്കാറ്റിൽ ആടി ഉലയുമ്പോൾ, സഹനങ്ങളുടെ കനൽക്കട്ടകളിൽ ജീവശ്വാസം കിട്ടാതെ വെന്തു മരിക്കുമ്പോൾ അവർ ദൈവത്തെ തള്ളിപ്പറയും. സ്വർഗത്തിലെ പുറത്താക്കിയ വിഷസർപ്പമേ, നീ എന്തിന് ഇവിടെ വന്നു? ഞാൻ മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് അങ്ങയുടെ സകല സൃഷ്ടിജാലങ്ങളെ കണ്ടിട്ട് വരികയാണ്. അങ്ങയുടെ മക്കൾ സൃഷ്ടാവിനെ മറന്നു സൃഷ്ടിയെ ആരാധിക്കുന്നു. ഈ ഭൂമി എൻ്റെ മകൻ ജോബിനെ ശ്രദ്ധിച്ചു. അങ്ങവന് ധാരാളം സമ്പത്ത് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അവൻ അങ്ങനെ സ്തുതിക്കും. അവനെ പരീക്ഷിക്കുവാൻ നീ എന്നെ അനുവദിക്കുക. അവൻ തീർച്ചയായും അങ്ങയെ തള്ളിപ്പറയും. നീ പരീക്ഷിച്ചു കൊള്ളുക. പക്ഷേ എൻ്റെ മകന്റെ ദേഹത്ത് ഒരു പോറൽ പോലും ഏൽക്കരുത്. സമ്മതിച്ചിരിക്കുന്നു. ഞാനിപ്പോൾ തന്നെ നിന്റെ ജോബിന്റെ അടുത്തേക്ക് പോകുന്നു. ജോബിന്റെ സർവസമ്പത്തും അവന്റെ കുടുംബവും ഞാൻ നശിപ്പിക്കും. അപ്പോൾ അവൻ തീർച്ചയായും ദൈവത്തെ തള്ളിപ്പറയും. തുഴഞ്ഞു കയറും അവിടെ ഞാൻ. സമൃദ്ധി നശിപ്പിച്ച് ഞാൻ സംഹാര താണ്ഡവമാടും. ഞാൻ അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ.
കതിര് 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 കൊണ്ടുവായോ കെട്ടി കൊയ്ത് കൂട്ടിവായോ കതിര് 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 കൊണ്ടുവായോ കെട്ടി കൊയ്ത് കൂട്ടിവായോ പെണ്ണാളെ താമര കണ്ണാളെ വന്നാട്ടെ പൊന്നാരിൽ പാടത്ത് വായോ കതിര് 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 കൊണ്ടുവായോ കെട്ടി കൊയ്ത് കൂട്ടിവായോ അതെ, പേറും പിറവിയും ദൈവം അങ്ങ് അനുഗ്രഹിച്ചു. അത് അങ്ങനെ വരും. യജമാന്റെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ ദൈവമെല്ലാം നന്നായി ചെയ്യുന്നു. എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു. പക്ഷെ വേണ്ട പോലെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ വേല തിരിവുള്ളതാകാൻ നാമും വേണ്ടവണ്ണം പ്രാർത്ഥിക്കണം. നിങ്ങൾക്കറിയാമോ, 27 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ആകെ 14 പേരാണ് യജമാന്റെ കൂടെ ഉണ്ടായിരുന്നത്. എന്നാൽ യജമാന്റെ പ്രാർത്ഥനയുടെ ഫലമാണ് നാം ഇന്ന് കാണുന്നത്. ആ പറഞ്ഞത് വളരെ കൃഷിസ്ഥലങ്ങളും കന്നുകാലികളും ഈ കുടുംബവും വീണ്ടും അനുഗ്രഹിക്കപ്പെടുവാൻ നമ്മൾ ഓരോരുത്തരും നന്നായി പ്രാർത്ഥിക്കണം. എന്നാൽ അങ്ങനെ തന്നെ ആവട്ടെ സഹോദരന്മാരെ. നമുക്ക് നമ്മെ ഏൽപ്പിച്ച ഇടങ്ങളിലേക്ക് വീണ്ടും പോകാം. സർവശക്തനായ ദൈവമേ, എന്നെ എനിക്കുള്ളതൊക്കെയും തിരുമുമ്പിൽ ഞാൻ സമർപ്പിക്കുന്നു. അങ്ങയുടെ അപ്രീതിക്ക് പാത്രമാവുവാൻ എന്റെ കുഞ്ഞുങ്ങൾക്കിടയാകരുത് നാഥ. എനിക്കുള്ളതെല്ലാം അങ്ങയുടെ ദാനമാകുന്നുവല്ലോ. അങ്ങയുടെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്റെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു നാഥ. അങ്ങ് വളരെ ഗഹന. നമ്മുടെ മക്കളെ കുറിച്ച് ഞാൻ ഓർത്തുന്നു. എന്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോകുമോ എന്ന് ഞാൻ വ്യാകുലപ്പെടുന്നു. അതിനാകുന്നുവല്ലോ അങ്ങ് എല്ലായ്പ്പോഴും ഹോമയാഗം കഴിക്കാറുള്ളത്. അതെ, എന്നാലും നമ്മൾ അവരെ ശ്രദ്ധിക്കണം. ഓ, ഇതാരെ കാര്യസ്ഥനും, നീ എന്താണ് ഇത്രയും ചിന്തിച്ചു വരുന്നത്? യജമാൻ എത്രയോ ഭാഗ്യവാനാണെന്ന്. അതെന്താണ് നീ അങ്ങനെ പറയാൻ കാരണം? 7 സുന്ദരന്മാരായ പുത്രന്മാർ, 3 സുന്ദരിമാരായ പുത്രിമാർ. ഓ, അതാണോ നീ ഇത്രയും ചിന്തിക്കാൻ കാരണം? മക്കൾ യഹോവ നൽകുന്ന ദാനമല്ലേ ദാസനെ? അതുമാത്രമല്ലല്ലോ, 7000 ആടുകൾ,
3000 ഒട്ടകങ്ങൾ, 500 കാളകൾ, 500 പെൺകഴുതകൾ, കൂടാതെ വളരെ ദാസജനവും. യജമാനെ, തീർച്ചയായും അങ്ങ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. സത്യം. നീ പറഞ്ഞത് വളരെ സത്യമാണ്. ഞാൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവൻ തന്നെയാണ്. എന്നാ നീ ചെല്ലേ, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സമയമായി. ജോ, ഇതാ ഞാൻ എത്തിക്കഴിഞ്ഞു. പണ്ട് 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 എന്റെ പരീക്ഷണങ്ങൾക്ക് മുമ്പിൽ ദൈവതുല്യരാകുമെന്ന വ്യാമോഹത്താൽ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ച നിന്റെ ആദ്യ മാതാപിതാക്കൾക്ക് ഒരു ദിവസമർത്ഥം. എന്റെ പൂർവ്വ സഹോദരൻ കായേനിൽ ഞാൻ കുത്തിവെച്ച വിഷം അവനെ സഹോദരഹത്യയിൽ കൊണ്ടെത്തിച്ചു. ഇതാ പ്രകൃതി ശക്തികൾ നിനക്കെതിരെ ആഞ്ഞടിക്കുന്നു. ആകാശം തുറന്ന് ഇടിമിന്നലുകൾ നിന്റെ ആടുകളുടെ മേൽ സംഹാര താണ്ഡവമാടുന്നു. ഞങ്ങൾ കാളകളെ പൂട്ടുകയായിരുന്നു. പെണ്ണുങ്ങളും സമീപത്ത് മേഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്ന് എവിടെ നിന്നാണെന്ന് അറിയത്തില്ല, ശെബായർ വന്ന് അവയെ പിടിച്ചുകൊണ്ട് പോവുകയും നമ്മുടെ വേലക്കാരെ വെട്ടിക്കൊല്ലുകയും ചെയ്തു. യജമാനെ, വിവരം അങ്ങേ അറിയിപ്പാൻ ഞാൻ ഒരുത്തം മാത്രം വഴുതിപ്പോന്നു. യജമാനെ, ആകാശത്തിന് തീ വീണ് കത്തി യജമാനെ. ആടുകളും വേലക്കാരും തീ കീഴായി പോയി യജമാനെ. വിവരം അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതി പോകുന്നു. യജമാനെ, കൽദേർ 3 കൂട്ടമായി വന്നു നമ്മുടെ ഒട്ടകങ്ങളെ പിടിച്ചുകൊണ്ടുപോയി. വേലക്കാരെ അവർ വാളിനാൽ കൊന്നു. വിവരം അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതി പോന്നു. യജമാനെ, അങ്ങയുടെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ജ്യേഷ്ഠന്റെ വീട്ടിൽ തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ മരുഭൂമിയിൽ നിന്നൊരു കൊടുങ്കാറ്റ് വന്ന് വീടിന്റെ 4 മൂലയ്ക്കും അടിച്ചു. അത് തകർന്നു വീണു. അവർ എല്ലാവരും മരിച്ചുപോയി. ഈ വാർത്ത അങ്ങയെ അറിയിപ്പാൻ ഞാൻ മാത്രം അവശേഷിച്ചു. അയ്യോ! ഞാൻ നഗ്നനായി അമ്മയുടെ ഗർഭത്തിൽ നിന്ന് വന്നു. നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവ എടുത്തു. യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിലുള്ള നിന്റെ വിശ്വാസം എന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു. ദൈവസ്നേഹമാകുന്ന പർവ്വതനിരയുടെ മുകളിൽ നിന്ന് നിന്നെ ഞാൻ പുഴുവിനെ പോലെ വലിച്ചെറിയും. എനിക്ക് അനുവാദം തന്നിരിക്കുന്നു. ഘോര പരീക്ഷണത്തിനൊടുവിൽ പുറത്തുമാറുന്ന ശരീരത്തോടെ നീ നിന്റെ ദൈവത്തെ തള്ളിപ്പറയോ? നീ പേടിച്ചുപോയോ? പേടിക്കണ്ട. ഇതാ ഞാൻ നിന്നെ താരാട്ടുപാടി ഉറക്കാം. ഇനിയെങ്കിലും ഈ ഭക്തിയൊക്കെ മുഖം പിടിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തെ ത്യജിച്ചു കളഞ്ഞ്
ദൈവത്തെ ശപിച്ചിട്ട് മരിച്ചു കളയും. നാം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുത്. ആരൊക്കെയോ ഇവിടേക്ക് വരുന്നുണ്ടല്ലോ, ഞാൻ അകത്തേക്ക് പോകട്ടെ. ഇത് ഇയ്യോബിന്റെ വീട് തന്നെയല്ലേ? ഇനി നമുക്ക് വീട് മാറിപ്പോയതാണോ? ഒരിക്കലുമല്ല, തീർച്ചയായും ഇത് ഇയ്യോബിന്റെ വീട് തന്നെയാണ്. സ്നേഹിതന്മാരെ, ഞാൻ തന്നെയാണ് ഇയ്യോബ്. ഇയ്യോബ്, നിനക്ക് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? അയ്യോ, ഞാൻ ജനിച്ച ദിവസവും ഒരാൺകുട്ടി രൂപം കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ രാത്രിയും ശപിക്കപ്പെടട്ടെ. അയ്യോ, ദുരിതങ്ങൾ ഓരോന്നും ഒന്നിനു പിറകെ ഒന്നായി വന്ന് ഭവിക്കുന്നുവല്ലോ. സഹോദരന്മാരെ, അതിവേദന എടുക്കും. ഞാൻ പറയുമ്പോൾ നിനക്ക് മുഷിവ് തോന്നരുത്. എല്ലാവർക്കും നീ ഒരു ആശ്വാസകനായിരുന്നു. വീണുപോയ അനേകരെ നീ താങ്ങിയവനാണ്. എന്നിട്ടും നിനക്ക് ഈ ഒരു അവസ്ഥ. ദൈവം ജ്ഞാനികളെ അവരുടെ കൗശലത്തിൽ പിടിക്കുന്നു. ദൈവം ശാസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. സർവശക്തന്റെ ശിക്ഷ നീ നിരസിക്കരുത്. അയ്യോ, എന്റെ വ്യസനം ഒന്ന് തൂക്കി നോക്കിയിരുന്നെങ്കിൽ അത് കടൽപ്പുറത്തെ മണലിനേക്കാൾ ഭാരമേറിയതായിരിക്കും. യൂണിഫസ്, നിന്റെ വേദനയുടെ കാഠിന്യം ഞങ്ങൾ മനസ്സിലാക്കുന്നു. ദൈവം ഒരിക്കലും നിഷ്കളങ്കനെ നിരസിക്കയില്ല, ദുഷ്പ്രവൃത്തിക്കാരെ താങ്ങുകയുമില്ല. ദൈവം ഇനിയും നിന്റെ വായിൽ ചിരിയും നിന്റെ അതരങ്ങളിൽ ഉല്ലാസഘോഷവും നിറയ്ക്കും. ഇയ്യോബേ, അതങ്ങനെ തന്നെയെന്ന് എനിക്കറിയാം ബിൽദാദ്. പക്ഷേ എന്റെ ജീവൻ എനിക്ക് വെറുപ്പായി തോന്നുന്നു. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്നൊന്ന് പറയുമോ? ദൈവവചനത്തെ ഞാൻ ഒരിക്കലും തിരസ്കരിച്ചിട്ടില്ല. എന്നിട്ടും എനിക്ക് ഈ സ്ഥിതി എന്തുകൊണ്ട്? നിന്റെ മക്കളെതിരായി പാപങ്ങൾ ചെയ്തിരിക്കാം. തക്ക ശിക്ഷ ലഭിച്ചു എന്ന് കരുതിയാൽ മതി. പൊട്ടപ്പുല്ല് പോലെ നശിച്ചു പോകും. നീ നീതിമാനാണെങ്കിൽ അവിടത്തോട് അപേക്ഷിക്കുക. നിശ്ചയമായും ദൈവം നിന്നെ രക്ഷിക്കും. അത് ശരിയാണ് ബിൽദാദ്. പക്ഷേ ദൈവത്തിന്റെ മുമ്പിൽ ഒരുവൻ എങ്ങനെ നീതിമാനാകും? ജ്ഞാനിയും ബലിഷ്ഠനുമായി അവിടുത്തോട് ന്യായപാലനം ചെയ്യണം. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് ന്യായീകരണമാകുമോ എന്ന് എനിക്കറിയില്ല. നിന്റെ അകൃത്യങ്ങൾക്ക് അർഹിക്കുന്ന ശിക്ഷ ലഭിച്ചിട്ടില്ല എന്ന് സമാധാനിക്കൂ. ഇതെല്ലാം നിങ്ങളുടെ പാപത്തിന്റെ ഫലം തന്നെ. ജനസ്വരമാണ് നിങ്ങളുടേത്. വിജ്ഞാനവും ശക്തിയും ദൈവത്തോടു കൂടിയാണ്. അവിടുന്ന് ഭൂമിയെ ശൂന്യതയിൽ തൂക്കിയിട്ടിരിക്കുന്നു. ഭൂമിയിൽ നിന്ന് ആഹാരം ലഭിക്കുന്നു, എന്നാൽ അതിന്റെ അധോഭാഗം അഗ്നിയാൽ തിളച്ചു മറിയുന്നു. സോഫർ, എത്ര നാൾ കുത്തുവാക്കുകൊണ്ട് എന്നെ പീഡിപ്പിക്കും? നീതിമാനായ ദൈവം എന്റെ അപേക്ഷ കേൾക്കാതിരിക്കുകയില്ല. സത്യം, എനിക്കിനിയും പലതും പറയണമെന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ അങ്ങയുടെ സ്ഥിതിയിൽ ഒന്നും പറയാൻ തോന്നുന്നില്ല. ഇതാരെ? എലിഹു, നീ എന്തിനിപ്പോൾ വന്നു? പ്രായം ചെന്നവരൊക്കെ ജ്ഞാനികളും ന്യായബോധമുള്ളവരുമാകണമെന്നില്ലല്ലോ. നിങ്ങൾ മൂവരും ഈ എലുവിനേക്കാൾ പ്രായമേറിയവർ ആയതുകൊണ്ടാ ഞാൻ സംസാരിക്കാൻ തുനിയാതെ കാത്തിരുന്നത്. ദൈവം മനുഷ്യനേക്കാൾ വലിയവനല്ലോ. എന്തിന് ദൈവത്തോട് വാദിക്കണം? ദൈവം ദുഷ്ടതയോ സർവശക്ത നീതികളോ ഒരിക്കലും ചെയ്യില്ല. ജ്ഞാനികളെന്ന് ഭാവിക്കുന്നവരെ അവൻ കടാക്ഷിക്കുന്നുമില്ല. എലിഹു, നീ എന്നെ അധികം കുത്തി നോവിക്കുന്നു. ഇപ്പോൾ തന്നെ എന്റെ വേദന കഠിനമായിരിക്കുന്നു. ദൈവം ബലവാനെങ്കിലും ആരെയും നിരസിക്കുന്നില്ല. അവൻ വിവേകശക്തിയിലും ബലവാൻ തന്നെ. എന്റെ തൊക്ക് നശിച്ചു പോയാലും ഞാൻ ദേഹസഹിതനായി എന്റെ ദൈവത്തെ കാണും. അന്യനല്ല, എന്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ അവനെ കാണും. സഹോദരന്മാരെ, അല്പനേരം നിങ്ങൾ അപ്പുറത്തേക്കൊന്ന് മാറി നിൽക്കുമോ? എന്റെ ദൈവത്തോട് ഏത് സാഹചര്യത്തിലും പ്രാർത്ഥിപ്പാൻ ഇപ്പോഴും ഞാൻ ഒരുക്കമുള്ളവനാണ്. എനിക്ക് അല്പനേരം പ്രാർത്ഥിക്കാം. ദൈവം തന്നു, ദൈവം എടുത്തു. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ.
എന്റെ ദൈവമേ, എന്റെ 3 സ്നേഹിതന്മാരോട് കരുണ തോന്നണമേ. അവർക്ക് വേണ്ടി ഈ ജോബ് മാപ്പപേക്ഷിക്കുന്നു. ദൈവമേ, ദൈവമേ, തല സഹായിച്ചു ഒന്നുറങ്ങിക്കോട്ടെ. ഒന്നുറങ്ങിക്കോട്ടെ. ജോബ്, എന്റെ ജോബ്. ഞാൻ നിന്റെ ദൈവം, എന്റെ ദൈവം, ഈ ജോബിന്റെ ദൈവം, ഈ ജോബിന്റെ ദൈവം, എന്റെ ദൈവം. എല്ലാ സഹനങ്ങൾക്കും നടുവിൽ നിന്നുകൊണ്ട് നീ ദൈവത്തെ സ്തുതിച്ചു. ഞാൻ നിന്നിൽ സംപ്രീതനായിരിക്കുന്നു. നിനക്ക് സൗഖ്യമുണ്ടാകട്ടെ. ദൈവമേ, ദൈവമേ, എന്റെ ദൈവമേ, ഈ ജോബിന്റെ ദൈവമേ, ഇതാ ഞാൻ അങ്ങയുടെ മുമ്പിൽ ശിരസ്സ് നമിക്കുന്നു. നീതിമാനെന്തിന് വീഴ്ത്താൻ എനിക്ക് കഴിഞ്ഞില്ല. സകലതും നഷ്ടമായിട്ടും സകലരും വെറുത്തുപേക്ഷിച്ചിട്ടും ശരീരം മുഴുവൻ വ്രണങ്ങൾ നിറഞ്ഞ് പുഴുക്കൾ ഇഴഞ്ഞിട്ടും അവൻ ദൈവത്തെ ഉപേക്ഷിച്ചില്ല. അവന്റെ ഒരു വിശ്വാസം. അവനില്ലേ അത്? ആ ദൈവപുത്രൻ അവൻ വിശന്ന് വലഞ്ഞ് തളർന്നിരിക്കുന്നു. ഇത് തന്നെ നല്ല തത്വം. എന്റെ പ്രലോഭനങ്ങളിൽ അവൻ വീഴാതിരിക്കില്ല. നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാക്കാൻ പറയുക. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ നാവിൽ പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക. നിന്റെ ദൂതന്മാർക്ക് കൽപ്പന നൽകും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവൻ നിന്റെ കൈകളിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതപ്പെട്ടിരിക്കുന്നു. നീ സാഷ്ടാംഗം പ്രണമിച്ച് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ നൽകാം. സാത്താനെ, ദൂരെ പോവുക. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. നിന്നിലെ പാപത്തിന്റെ അന്ധകാരം വലിച്ചെറിഞ്ഞ് നീയും വെളിച്ചത്തിന്റെ പുത്രനാണ്. ഇതോടെ തീഷ്ണതയോടെ എനിക്കായി ആലയം പണിയുന്നത് വ്യാജാരോപണങ്ങളാൽ നിന്റെ ആളുകൾ ഒളിഞ്ഞും തെളിഞ്ഞും എൻ്റെ മക്കളുടെ കൂട്ടായ്മയിൽ വിള്ളലുണ്ടാക്കുവാൻ ശ്രമിച്ചില്ലേ? പക്ഷേ എൻ്റെ ജനത്തെ എന്നിൽ നിന്ന് അകറ്റാൻ നിനക്കാവില്ല. അവർ എൻ്റെ കരവലയത്തിൽ സുരക്ഷിതരാണ്.
എന്റെ ദൈവമേ, മാപ്പ്. ഇനി എനിക്ക് വയ്യ. ഏതൻ തോട്ടത്തിൽ ആദ്യ മാതാപിതാക്കളെ ഞാൻ വഞ്ചിച്ചു. പരദൂഷണത്തിന്റെയും സംശയത്തിന്റെയും വിഷവിത്തുകൾ വിതച്ച് എത്രയോ കുടുംബ ബന്ധങ്ങളെ പിച്ചിച്ചീന്തി. ദൈവപുത്ര, അങ്ങയെപ്പോലും പരീക്ഷിച്ച മാപ്പ്, എനിക്ക് മാപ്പ് തരൂ. ഈ ഇരുട്ടറയിൽ നിന്നും വെളിച്ചത്തിന്റെ ലോകത്തേക്ക് വരാൻ എന്നെ അനുവദിക്കണേ. ദൈവമേ, മാപ്പ്, എനിക്ക് മാപ്പ് തരൂ. മാപ്പ് ദൈവമേ, മാപ്പ്. നിന്റെ കവിളിലൂടെ ഒഴുകുന്ന പച്ചനീർ പുഴ, ഞാൻ പ്രകാശത്തിന്റെ മകനാകുന്നു. കേൾക്കുന്നില്ലേ നീ തിന്മയ്ക്കെതിരെയുള്ള യുവജന ശബ്ദം? നീയും പോരാടും. എന്റെ ജനത്തിന്റെ ആഘോഷങ്ങളിൽ നീയും പങ്കുചേരും. Escobar Gaviria. Un día yo voy a ser presidente de la República de Colombia. Plata con plomo. Plata con plomo. Plata
കേസുകൾ തേടിയെത്തുന്ന കുട്ടികളെ ലക്ഷ്യമിട്ട് ലഹരി മാഫിയ ഒരുക്കുന്ന ഫസ്റ്റ് ഡേ പാർട്ടി വരെയുണ്ട്. ലഹരിയിലേക്ക് പുതിയവരെ ക്ഷണിക്കുന്ന DJ പാർട്ടികൾ, കാതടപ്പിക്കുന്ന സംഗീതം, ലേസർ ലൈറ്റുകളുടെ പ്രഭാപൂരം, ലഹരിയിൽ രതിപരിമുളവും കൂടി ചേർത്തുള്ള ഉന്മത്ത നടനം, താൻ ആരാണെന്ന് പോലും തിരിച്ചറിയാനാവാത്ത അവസ്ഥ, മായിക സ്വപ്നങ്ങൾ കണ്ട് മതിഭ്രമം ബാധിച്ച് സ്ഥലകാല ബോധം നശിച്ച് അപകടങ്ങളെ ക്ഷണിച്ചു വരുത്തി വെപ്രാളവും ഭയവും അനുഭവിച്ച് ആത്മഹത്യയ്ക്കും കൊലയ്ക്കുമിടയിലൂടെ ആർത്തനാദം പോലെ പായുന്ന ജീവിതം എന്ന അവസ്ഥയിൽ അവരെത്തും. അരുതേ കുഞ്ഞേ, നാശത്തിന്റെ നടവഴികളിലേക്ക് നടക്കല്ലേ നീ. ലഹരിയുടെ ആദ്യാനുഭവം നുകരാൻ നീ നിൽക്കരുതേ. നമ്മുടെ സമൂഹത്തെ, നമ്മുടെ യുവതയെ, നമ്മുടെ സംസ്കൃതി മുച്ചോടും മുടിക്കുന്ന ലഹരിക്കും ലഹരി മാഫിയയ്ക്കുമെതിരെ ജാഗ്രതയോടെ, നിതാന്ത ജാഗ്രതയോടെ
One. വന്നല്ലോ feelings, വന്നല്ലോ feelings, വന്ന് വന്ന് കൊള്ളുന്നല്ലോ feelings, feelings, വന്നല്ലോ feelings, വന്നല്ലോ feelings, വന്ന് വന്ന് കൊള്ളുന്നല്ലോ feelings, feelings, ഞാൻ ഈ പൈങ്കിളി ട്രാക്ക് ഒന്ന് മാറ്റിപ്പിടിച്ചാലോ എന്ന് ആലോചിക്കരുത്. baby. Baby, 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 what are you doing, baby? Baby, 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 what are you doing, baby? Nadane pradane, baby, ninde vitarum pradane, baby. കളിക്കണ്ടേ? എവിടെയാ കാര്യത്തിന് കമ്മിറ്റിക്കാരൊക്കെ എവിടെയാ? അല്ല പിന്നെ എടി ശോശമ്മേ, ഏലിയമ്മേ, മേരിക്കുട്ടി കേറി പാടി. Pagadi, 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 pagadi.
Soon
സിന്ദൂരം നടന്നാൽ പുലരിമഴ പൂഞ്ചൊടിയിൽ പൊന്നാരം കടമുടിയിൽ കമലതളം കവിളിണയിൽ സിന്ദൂരം നടന്നാൽ പുലരിമഴ പൂഞ്ചൊടിയിൽ പൊന്നാരം മാനത്തെ വെള്ളിക്കിണ്ണം കരയിലെ നിനക്കായി ഒളിച്ചു വെച്ചിടും പൂത്താരങ്ങൾ സഖിമാരായി എന്നോട് തമഞ്ഞു നിന്നു കമലതളം കടമുടിയിൽ കമലതളം കവിളിണയിൽ സിന്ദൂരം പൂഞ്ചൊടിയിൽ പൊന്നാരം എരിയട്ടെ തിരികൾ ഉരുകട്ടെ മെഴുക് വളരട്ടെ വയസ്സ് എന്നിൽ തളര് മുടിതട്ട മുഖമേ ഇരുകണ്ണിൽ അഴകേ ശബ്ദം തികവേ മഴകാലം നീ വാഴ് കടലും കരയും എന്നിളക്കമല്ലേ സമയം നിലയ്ക്കുവാനൊരുക്കമല്ലേ ഇരുളിൻ സുദിനമല്ലേ ആർമാദം ആർക്കും മർമാദം ആർക്കും കൊണ്ടട്ടെ ആഘോഷ പ്രകമ്പനം 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 തോന്നും മേനിയും തേരെ പിടിത്ത ദണ്ടും കൈയും മേയും എന്നേക്കും വാഴ്കവേ തേരെ വാഴ്ക വാഴ്ക നമ്മുടെ പരീക്ഷയെല്ലാം ഭൂമിമേൽ തേരെ വഴിക്കുറായി നടക്ക വേണ്ടി വന്നവരെ അഴിവുകാലം വന്നടുത്തു അലയുന്ന നിൻ മക്കളെ തേരെ അഴിയായി വണ്ണം കാത്തരുൾവാൻ കഴിവു പേശുക മാർത്തോമൻ തേരെ പട്ടുടൻ പണിക്കുടവ പവിഴമൊത്തു മാലയും തേരെ അലങ്കരിച്ച പന്തലിൽ വന്നുതക വേണം മാർത്തോമൻ തേരെ അലങ്കരിച്ച പന്തലിൽ വന്നെഴുന്തരുൾക മാർത്തോമൻ തേരെ അലങ്കരിച്ച പന്തലിൽ വന്നരുൾതരി താറും താരും തേ മരമൊടു കല്ലുകൾ കനകം വെള്ളി മനമിയലും പടി ചെമ്പുമിരുമ്പ മറ്റും പല വക വേണ്ടും പടികൾ ഇന്ത്യയുടെ
മനുഷ്യരെല്ലാം ഹിന്ദുവിലെന്ന് പാരിൽ നിനക്കഴൽ വേണ്ടാതിരെ മനുഷ്യരെല്ലാ ജാതികളും പിന്നെ മതയും ജന്തുക്കളല്ലോ തിരെ നിന്നുടെ വാക്കും നിലവുകളും നോക്കും ഭാഷയറിഞ്ഞുതകീടും തിരെ നിന്നിനവെല്ലാം എന്നിനവല്ലോ നീയുറയ്ക്കാകുലം വേണ്ട തിരെ എന്നതിനാൽ ഇപ്പോൾ ഞാനിതു നിന്നെയും വിറ്റുവില വാങ്ങി കടയ തിന്തക തിന്തത്തെ ആനന്ദം വരുമാറും മാലാഖമാർ തിന്തിരിതര ആകാശേ നിന്നങ്ങു ലോകം ചേർന്നു തേതി തേതി തിരതയത്തെ ആചാര ജഠരമടക്കും പോലെ തിരിതര ആകയാൽ കൂടി പൊരിയുന്നപ്പോൾ തേതി തേതി തിരതയത്തെ അതു പൊഴുതണ്ണന്റെ മുന്നിൽ ചെന്നു തിരിതര ആദരാൽ നിന്നവർ കൈകൾ കൂപ്പി തേതി തേതി തിരതയത്തെ കീർത്തിച്ചു വഴി പോലറിയിച്ചരെ തിരിതര കൃത്യമിതെല്ലാത്തും വേണമെന്ന് തേതി തേതി തിരതയത്തെ പെട്ടെന്നു മുനിവരൻ തന്നെ കണ്ട് തിരിതര കൽവിനഴുതു പിഴയും ചൊല്ലി തിരിതര കുമ്പിട്ടു നിന്ന കെട്ടും നീക്കി തേതി തേതി തിരതയത്തെ മനഗുണമുടയവനരുളാൻ വാനവർ മഹിമയോടെ തിരുത്തിത്തെ വർദ്ധല നെറികെടും അതിലൊരു തേരതി മംഗളമായൊരു നൊടിയളവാൽ ചെന്നറിയിച്ചവർ ചിന്നമലക്കെ എഴുത്തിത്തയർന്നയോടിതു വഴി ചൊൽവതിനഴകാൽ അങ്ങുമിങ്ങും മനസ്സിതു പരിചയ എഴുത്തിത്തെ നലമുട പലവഴകാൽ നന്ദുരിയും കുഴപല തരമേ ഉടപ്പിൽ നിന്നുയിരെടുത്ത ആകാശേ ഉയരന്നിരിപ്പിടം പുകയിച്ച് എഴുത്തിത്തൈ വെച്ച് തരമിത് മക്കൾ മരുന്നിനെ മരണ വഴിക്ക് നടപ്പവര് ജന്മിനെ ഒഴിയാത്ത കൂടി തേടി പുലരാമി യേശുക്രിസ്തുവിന്റെ അപ്പസ്തോലന്മാരിൽ ഒരാൾ ദീദിമോസ് തോമസ്. പ്രപഞ്ചത്തിന്റെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രചരിപ്പിക്കാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. പ്രകാശത്തിന്റെ വഴി ഏതെന്ന് നിങ്ങൾ അറിയണം. അത് അറിയിക്കുക എന്നതാണ് എന്റെ ദൗത്യം. യേശു സ്നേഹം എന്താണെന്ന് ഞങ്ങളെ പഠിപ്പിച്ചു തന്നു. അവിടുത്തെ ജീവിതത്തിലൂടെ അത് ഞങ്ങൾക്ക് കാട്ടിത്തന്നു. അതിനാൽ സ്നേഹം എന്താ കരുണാമയനാണ്. നിങ്ങളും കരുണാമയരാകേണ്ടതിലേക്കാണ് ഞാൻ വന്നത്. അവൻ പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും സന്ദേശവാ. നിങ്ങളും അതുപോലെ ആകേണ്ടതിലേക്കാണ് ഞാൻ വന്നത്. അവൻ നിന്ദിക്കപ്പെടുന്നവരുടെയും പീഡിപ്പിക്കപ്പെടുന്നവരുടെയും മാലംബഹീനരുടെയും കൂടെയായിരുന്നു. ഇവിടെ നിങ്ങൾ നിന്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും മാലംബഹീനരായി ജീവിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും യേശുവിലേക്കുള്ള പാത കാട്ടിത്തരാനാണ് ഞാൻ വന്നത്. വിശുദ്ധിയിലേക്കുള്ള വഴി, പരസ്പരം സ്നേഹിച്ചു ജീവിക്കാനുള്ള വഴി, മനുഷ്യ നന്മയുടെ വഴി, അങ്ങനെ നിത്യജീവനിലേക്കുള്ള വഴി.
എല്ലാവരെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. ദേവീഷ് നാളിയൻ, ഷാജു പുത്തൻകുടി, ജയ്മോൻ സിയാർ, പോളച്ചൻ മീഡി, ജോബി ചെറിയത്ത്,